വി.എസ്. അച്യുതാനന്ദന്റെ മകൻ വി.എ. അരുൺകുമാറിനെ CPM സ്ഥാനാർത്ഥിയാക്കുമെന്ന ഒരു പ്രചരണം മാധ്യമങ്ങൾ ഇപ്പോൾ വ്യാപകമായിട്ട് തന്നെ നടത്തുന്നുണ്ട്. ഒരു കാരണവശാലും ഇത്തരമൊരു ആലോചന പോലും CPM നടത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വി.എസ്. വിപ്ലവ കേരളത്തിന്റെ അഭിമാനവും ആവേശവുമാണ്. എന്നാൽ ആ പിതാവിന്റെ പേരിന് കളങ്കം ചാർത്തുന്ന നിരവധി പ്രവൃത്തികൾ നടത്തിയ മകനാണ് അരുൺകുമാർ. ഈ പിതാവ് അധികാര കേന്ദ്രങ്ങളിൽ പവർഫുള്ളായി നിന്ന ഒരു ഘട്ടത്തിലും ആ വഴിക്ക് വരാതെ വഴിമാറി നടന്ന വി.എസിന്റെ മകൾ ആശയുടെ രീതിയല്ല അരുൺകുമാർ ഫോളോ ചെയ്യുന്നത് എന്നത് നമുക്ക് എന്തായാലും കാണാതിരിക്കാനൊന്നും കഴിയില്ല. ഈ വി.എസിന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തി തന്നെയാണ് അർഹതയില്ലാത്ത പല പദവികളിലും വി.എ. അരുൺകുമാർ എത്തിയിരിക്കുന്നത്. ഈ വി.എസിന് മക്കളോടുള്ള സ്നേഹമാണ് ആ വലിയ കമ്മ്യൂണിസ്റ്റിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് അരുൺകുമാർ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാത്രമല്ല, ഈ മക്കൾ രാഷ്ട്രീയത്തെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ള നേതാവ് കൂടിയാണല്ലോ ഈ പറയുന്ന വി.എസ്. അച്യുതാനന്ദൻ. അങ്ങനെയുള്ള പിതാവിന്റെ മകനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയാൽ വി.എസിനോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു നെറുകേടായിട്ട് തന്നെയാണ് അത് മാറാൻ പോകുന്നത്. വി.എസിന്റെ മുൻ PA ആയ A. സുരേഷ് UDF സ്ഥാനാർത്ഥി ആവുകയാണെങ്കിൽ ആകട്ടെ എന്നാണ് ശരിക്കും CPM നിലപാട് സ്വീകരിക്കേണ്ടത്. ഈ മലമ്പുഴയിൽ വി.എസിന്റെ മനസ്സറിയുന്ന വി.എസിന് ഏറ്റവും അധികം അടുപ്പമുള്ള സിറ്റിംഗ് MLA ആയ A. പ്രഭാകരൻ തന്നെ വീണ്ടും മത്സരിക്കുന്നതാണ് എന്തുകൊണ്ട് ഉചിതാവുക. ഈ വി.എസ്. ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹവും അത് തന്നെയായിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവുക. വി.എസിനെ മുഖ്യമന്ത്രി കസേരയിലിരുത്തിയ മലമ്പുഴയിൽ പോയിട്ട് വി.എസിന്റെ നിഴലായി നടന്നു എന്ന് പറഞ്ഞ് ആരെങ്കിലും വോട്ട് ചോദിച്ചാൽ അതും കേട്ട് കണ്ണടച്ച് വോട്ട് ചെയ്യാൻ രാഷ്ട്രീയ പ്രബുദ്ധതയില്ലാത്ത മണ്ണൊന്നും അല്ലല്ലോ അഭിരാമി. അതും നമ്മൾ ഓർക്കണം. അതോടൊപ്പം തന്നെ UDF നേതൃത്വം ഈ കാര്യം ഒന്ന് ഓർക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും.